നമ്മൾ ബാട്ടു കേവ്സ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഇപ്പോൾ ജെൻഡിങ് ഹൈലാൻഡിലോട്ടുള്ള യാത്രയിലാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ബാട്ടു കേവ്സിൽ നിന്ന് ഏതാണ്ട് 3/4 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട്. വളരെ ഉയർന്ന പ്രദേശമാണ് ഈ പറയുന്ന ജെൻഡിങ് എന്ന് പറയുന്നത്. താഴെ നമുക്കൊരു 30-32 ഡിഗ്രി ആയിരുന്നു ചൂട് കാലാവസ്ഥയെങ്കിൽ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകും തോറും കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കാണാം, ഒരു ഫോഗ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു ആകാശത്ത്. ഇപ്പോൾ അന്തരീക്ഷമെല്ലാം ഒരു തണുത്ത ഒരു അന്തരീക്ഷത്തിലോട്ട് പോവാണ്. കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞുള്ള ഹൈ റേഞ്ച് ഒക്കെ പോകുന്ന പോലെയുള്ള ഒരു പ്രദേശമാണ്. ചുറ്റിനും കാടും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ ജെൻഡിങ് മേഖല. ഇത് സത്യത്തിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മളിപ്പം കയറിയിരിക്കുന്നത് ജെൻഡിങ് ഹൈലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഫുൾ ഒരു ഫാമിലിയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് വാങ്ങി ഈ ഏരിയ മുഴുവൻ വാങ്ങിയതിന് ശേഷം ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡും കാര്യങ്ങളും ഒക്കെ അവരുടെ തന്നെ പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ്. ഈ മലേഷ്യൻ സർക്കാർ അല്ല ഈ റോഡ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ പണിയുന്നതൊക്കെ. അതൊക്കെ ജെൻഡിങ് മാനേജ്മെൻറ്റാണ് അതിൻ്റെയൊക്കെ ചിലവെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജെൻഡിങ്ങിലോട്ട് പോകുന്ന ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അതിന് മുകളിൽ നമുക്ക് കാസിനോസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്കൈ കേബിൾ കാർസ് ഉണ്ട്, പിന്നെ അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഈ പറയുന്ന ബ്രാൻഡ് ഔട്ട്ലെറ്റ്സുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്, 5 സ്റ്റാർ ഹോട്ടൽസുകളുണ്ട്. അതുപോലെ സൂപ്പർ അടിപൊളി ക്ലൈമറ്റും. ഏറ്റവും ബെസ്റ്റ് ടൈം ജെൻഡിങ്ങിൽ വരിക എന്നുള്ളത് നവംബർ ടു ബിറ്റ്വീൻ ജനുവരി, ആ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് നമ്മളോട് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കാര്യം ക്ലൈമറ്റ് വൈസും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ആ ഒരു പ്ലസൻറ്റ് ടൈമാണ് ഈ ഭാഗം വിസിറ്റ് ചെയ്യുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാർ എപ്പോഴും തിരക്കിൽ തന്നെയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുറിയുള്ള ഹോട്ടൽസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആ ഒരു ഹോട്ടൽസ് ഇവിടെയാണുള്ളത്. നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കിത് കാണാം. പല കളറിൽ ബിൽഡിങ്ങിൽ ഇങ്ങനെ അടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെ ഉള്ളൊരു ഹോട്ടലാണത്. അതുപോലെ എക്സ്പെൻസീവ് ഹോട്ടൽസ് ഉണ്ട്, 5 സ്റ്റാർ ഹോട്ടൽസ്. ഇവിടെ കൂടുതലായിട്ടും കുട്ടികളുമായിട്ട് ഫാമിലി വന്നിട്ട് അവിടെ 2-3 ദിവസം നിന്ന് ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കയറി 2 ദിവസം ഇവിടെ അടിച്ചു പൊളിച്ച് അങ്ങനെ പോകുന്ന വിസിറ്റേഴ്സാണ് കൂടുതലും. നമ്മളിപ്പം ജസ്റ്റ് ജെൻഡിങ്ങിൽ വരുന്നു, ജസ്റ്റ് പോയിട്ട് കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ മക്കളുണ്ടായിരുന്നു കൂടെ. അവരുടെ കൂടെ നമ്മൾ ഈ പറയുന്ന എല്ലാ പ്ലേസിലും പോയിരുന്നതാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷം മുമ്പാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇപ്പം നമ്മൾ ജസ്റ്റ് എല്ലാം പോയി ഒന്ന് കണ്ട് കേബിൾ കാറെ കയറി അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് തിരിച്ചു പോരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജെൻഡിങ് ഹൈലാൻഡിനെ പറ്റി നമ്മൾ കേട്ടും വായിച്ചും അറിഞ്ഞത്, ഇത് 1971 സ്ഥാപിതമായ ഒരു കമ്പനിയാണ് ജെൻഡിങ്. ജെൻഡിങ്ങിൻ്റെ ഉടമസ്ഥതയിൽ ഒത്തിരി കമ്പനികളുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. പവർ പ്ലാന്റുകളും അതുപോലെ പ്ലാന്റേഷനും അതുപോലെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കമ്പനികളും ഒക്കെ ആയിട്ട്. ജെൻഡിങ്ങിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, അതുപോലെ ലാസ് വെഗാസിൽ ഉള്ള കാസിനോസ് ജെൻഡിങ്ങിനുണ്ട്. അതുപോലെ ഇപ്പോൾ അവിടെ കാണുന്ന പല ബ്രാൻഡ് ഹോട്ടൽസും ബിലോങ്സ് ടു ജെൻഡിങ്സിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിലുള്ളതാണ്. അതുപോലെ ഹിൽട്ടൺ, ഹാർഡ് റോക്ക് കഫേ, ഹാർഡ് റോക്ക് ഹോട്ടൽസ്, അങ്ങനെയുള്ളതിനകത്തൊക്കെ മേജർ ഷെയർ ഹോൾഡേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഓണിങ് കമ്പനിയോ ആണ് ജെൻഡിങ്. സിംഗപ്പൂരുള്ള ആ ഒരു യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ ജെൻഡിങ്ങിൻ്റെ പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കരീബിയൻ ക്രൂസ് ലൈൻ, അതും ഇവരുടെയാണ്. അതായത് ഒരു വമ്പൻ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണ് ഈ ഒരു ചൈനീസ് ഫാമിലി. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് താൻ ലിം ഗോ തോങ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ലെഫ്റ്റിൽ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ സ്മാരകം കാണാം. ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശവകുടീരവും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മാരകം ഇരിക്കുന്ന പ്ലേസിലോട്ട് നമ്മളിപ്പോൾ പോവുകയാണ്.
നമ്മളങ്ങനെ താൻലിം ഗോത്തോങ് എന്ന് പറയുന്ന നമ്മുടെ ജെൻഡിങ്ങിൻ്റെ ഫൗണ്ടറുടെ ആ ഒരു സ്മാരകത്തിൻ്റെ ആ ഒരു പ്ലേസിലെത്തി. ഇദ്ദേഹമാണ് ആ വലിയ മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് ഒത്തിരി ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പുള്ളി ഭയങ്കര ഒരു ഹോണസ്റ്റ് ആൻഡ് ഗുഡ് പേഴ്സൺ ആയിരുന്നെന്നാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മളവിടെ ഒരു വടി കണ്ടില്ലേ, ആ വടി പുള്ളിയുടെ ലൈഫിൽ ഒറിജിനലായിട്ട് പുള്ളി യൂസ് ചെയ്തിരുന്ന വടിയാണ്. അത് ഇവരിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാരകം വളരെ ഓപ്പണായിട്ടിരുന്ന ഒരു പ്ലേസാണ് ഈ റോഡിൽ. പക്ഷേ ഈ ക്യാസിനോ ഒക്കെ കളിച്ച് വന്ന ആരോ തോറ്റിട്ട് പൈസ എല്ലാം പോയി വന്ന ഒരാൾ ഇതിനകത്തോട്ട് വണ്ടി കയറ്റി സ്മാരകം പൊളിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ആ ഒരു പേരിൽ പിന്നീട് അവരിവിടെ കംപ്ലീറ്റ് ഒരു കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആക്കി മാറ്റി ഇതിനകത്താക്കി ഈ സ്മാരകം. നേരത്തെ അതിങ്ങനെ കുറച്ചുകൂടെ ഓപ്പണായിട്ടിരിക്കുകയായിരുന്നു, ഓപ്പൺ എയറിൽ. ഇപ്പോൾ അത് മാറ്റി അവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഡ്രൈവർ പറഞ്ഞത് ക്യാസിനോ ഒക്കെ കളിച്ച് വന്ന് തോറ്റ വിഷമത്തിൽ ഇയാൾ കാരണമാണല്ലോ ഈ പൈസ എല്ലാം പോയെന്ന് വെച്ചാൽ അയാളുടെ സ്മാരകം തകർത്തേക്കാമെന്ന് വിചാരിച്ച് ആരോ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റി അത്രേ. നല്ല അടിപൊളി ക്ലൈമറ്റും ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രദേശവും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ ഓൾറെഡി മരണശേഷം സംസ്കരിച്ചത് സാധാരണ കിടത്തിയാണല്ലോ ആൾക്കാർ കിടത്തിയല്ലേ ശവസംസ്കാരം നടത്തുക. ഇദ്ദേഹത്തെ നിർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തിയെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അതിൻ്റെ പുറകിലെ കഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ യാത്ര അങ്ങനെ ജെൻഡിങ് ലക്ഷ്യമാക്കി പിന്നെയും തുടരുകയാണ്. പല വളവുകളും കയറ്റങ്ങളും കുന്നുകളും ഒക്കെ കയറി നമ്മളിപ്പം ഏതാണ്ട് ജെൻഡിങ്ങിലെ അവർ കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പ് എന്തോ പണി കഴിപ്പിച്ച ഒരു ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ ആ ഒരു കാർ പാർക്കിങ്ങിൽ നമ്മളിപ്പോൾ എത്തി. ഇതൊരു ചൈനീസ് ടെമ്പിളാണ്. കഴിഞ്ഞ 12 വർഷം മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഈ ടെമ്പിൾ ഇവിടെയില്ല. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ടാണ് എന്തായാലും ഈ ഒരു ടെമ്പിൾ ഇവിടെ ഉയർന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 8-10 നില പൊക്കത്തിൽ ഇങ്ങനെ ചൈനീസ് വാസ്തുരൂപത്തിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി ടെമ്പിളാണ്. നമ്മളിപ്പം വണ്ടി എന്തായാലും നമ്മുടെ ഡ്രൈവർ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ലിം ഗോത്തോങ് എന്ന നമ്മുടെ ഫൗണ്ടറിൻ്റെ ആ ഒരു ശില്പം ഇവിടെയുണ്ട്. എല്ലാ ഭാഗങ്ങളിലും അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അദ്ദേഹമാണ് ഇവരുടെ റോൾ മോഡൽ എന്നുള്ളതാണ്. എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു മെമ്മോറിയൽ അവർ ശരിക്കും വെരി റെസ്പെക്റ്റ്ഫുള്ളി വെച്ചിട്ടുണ്ട്. ഇതാണ് ടെമ്പിള്. ഒരു കുന്നിൻ്റെ പുറത്താണിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഭൂപ്രകൃതി. ക്ലൈമറ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റും ഫോഗും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ കുറച്ച് നേരം. അങ്ങനെ നമ്മളിവിടെ എല്ലാം കറങ്ങിക്കണ്ട് കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു.
അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. നല്ല വെയിലും ഉണ്ട്, നല്ല ചൂടുമുണ്ട് ചില ഏരിയയിൽ. എന്നാൽ ചില ഏരിയയിൽ കോടയും തണുപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉള്ളൊരു ക്ലൈമറ്റ്. ഇപ്പം നല്ല വെയിലിന് അത്യാവശ്യം ചൂടുമുണ്ട്. ഇതാ നമ്മുടെ ഡ്രൈവർ കാണുന്നത് വോക്ക് വേ ആണ്. വോക്ക് വേ ആണത്. നമുക്കതുവഴി നടന്ന് അങ്ങ് താഴെ വരെ പോകും. പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുക ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ, ദ ബിഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന സംഭവം. നമ്മളങ്ങനെ ജെൻഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലെത്തി. ഇവിടെയാണ് ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടലും മറ്റ് പല ഹോട്ടലും റിസോർട്ടുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ജെൻഡിങ്ങിൻ്റെ ബസ് സ്റ്റേഷൻ നമ്മളിപ്പോൾ ഇടതുവശത്ത് കാണുന്നത്. ഇപ്പം നമ്മളങ്ങനെ നേരെ ഇപ്പം വന്ന് നിൽക്കുന്നത് ഈ ഫസ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷൻ ആൻഡ് കാർ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ ഈ ഭാഗത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് തിരികെ പോവും. ഇനി നമ്മൾ കേബിൾ കാറും ഒക്കെ കയറി നമ്മൾ താഴെ എത്തും. പിന്നെ അവിടുന്ന് നിന്ന് നമുക്ക് തിരികെ കോലാലംപൂർ ചെറിയ ഹോട്ടലിലോട്ട് പോവാം. ഇവിടെ 2-3-4 മണിക്കൂർ നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്യും. ഇവിടെയാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക്, അതുപോലെ തന്നെ കാസിനോസ്, അങ്ങനെ എല്ലാം ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കറക്കമെല്ലാം ഇവിടെ തന്നെ. ഹോട്ടൽ ഫസ്റ്റ് വേൾഡിൽ നമ്മൾ വന്നു. അതിൻ്റെ റിസപ്ഷനാണിത്. റിസപ്ഷൻ്റെ ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഒരു 10-25 റിസപ്ഷനിസ്റ്റ് അടുപ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത്രയും റൂം ഒരേ സമയത്ത് വെക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് ഭയങ്കര വലിയൊരു റിസപ്ഷനാണ്. നമുക്ക് ആദ്യം കണ്ട റിസപ്ഷനാണെന്ന് മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ചെക്കിങ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഈ ഒരു ടെല്ലർ മെഷീനിൽ നിന്ന് നമുക്ക് നമ്മുടെ റൂം ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് കയറാം. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര വലിയൊരു ഏരിയ തന്നെയാണ് ഇതിനകം. നമ്മളങ്ങനെ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് അടുത്ത കോറിഡോർ കയറി മുന്നോട്ട് വരുമ്പോൾ കാണുന്നതാണ് ഈ ഒരു ഡെക്കോറ്. ഇത് ഫോബ്സിൻ്റെ ഒരു അവാർഡ്, ഇതിൻ്റെ ഒരു ട്രോഫിയുടെ ആ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോക്ക്ഫോർഡ് ഹോട്ടൽസ്, ഇത് UK ബേസ്ഡ് ഹോട്ടലാണ്. ഇത് 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. ഇവർക്കാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് 2020 മുതൽ 2025 വരെ, ഇപ്പോൾ ഈ വർഷം വരെയുള്ള ദ ബെസ്റ്റ് ഹോട്ടൽ അവാർഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഹോട്ടൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിനോടുണ്ട്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്രോക്ക്ഫോർഡ് ഹോട്ടൽ UK യിലുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലും ഉണ്ടെന്നാണ് പറയുന്നത്.
അതുപോലെ അമേരിക്ക, ഈജിപ്ത്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അങ്ങനെ പല ഭാഗങ്ങളിലുണ്ട്. ഇത് ജെൻഡിങ് ഓണിങ് ആണ് ഈ കമ്പനി, ഈ ഹോട്ടൽസിൻ്റെയും. ക്രോക്ക്ഫോർഡ്. ഇവിടെ താമസിക്കണമെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3000 റിയാൽ ആ റേഞ്ചിൽ നമ്മൾ പേ ചെയ്യണം 1 നൈറ്റ്. അതാണ് സ്റ്റാർട്ടിങ് ഇവിടുത്തെ ഹോട്ടലിൻ്റെ റൂം ഫെയർ. ഓൾമോസ്റ്റ് ലൈക്ക് ഇന്ത്യൻ റുപ്പീസ് ഒരു 60,000-70,000 റുപ്പീസ് വരും. കുറച്ച് ഹൈ എൻഡ് ലെവലിലുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. നമുക്കതിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ സർവീസും ആ ഒരു ഡെക്കോറും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് എക്സ്പെൻസീവ് പ്ലേസാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ നടന്ന് നേരെ ഇപ്പം ജെൻഡിങ്ങിൻ്റെ ഉള്ളിലെത്തി. ഈ കാണുന്ന ഒരു സംഭവം കണ്ടോ, ഈ ജയൻറ്റ് വീലൊക്കെ ആയിട്ടുള്ള ഈ സംഭവം, ഇതിവിടുത്തെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. നമ്മൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. കാരണം പാർക്കിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വന്ന് വൈകിട്ട് വരെ കളിക്കാനുള്ള സംഭവങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വന്നത് ഉച്ചയോട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളിപ്പം ഇതിൻ്റെ മുകളിലെ നിലയിലുള്ള ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാടുവാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാം. ഇവിടെ കുറേ ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ കറങ്ങി നടക്കുവാണ് ഇതുവഴി. ഇവിടെ തന്നെയാണ് കാസിനോസും. ഇതിൻ്റെ താഴെ തന്നെ വേറൊരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാസിനോ ഒക്കെ കാണാം. മണിക്കൂറോളം നമ്മളിവിടെ എല്ലാം കറങ്ങി നടന്നു. ജെൻഡിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ തിരിച്ചിപ്പം കേബിൾ കാറിൻ്റെ ആ ഏരിയയിലോട്ട് എത്തി. നമ്മളിനിയിപ്പം വന്നിട്ട് ഇവിടുന്ന് ഒന്ന് കേബിൾ കാർ എടുത്ത് താഴോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മളിപ്പോൾ നിൽക്കുകയാണ്. നിയർ അബൌട്ട് 40 റിങ്കറ്റ് ആണ് ഒരാൾക്ക് കേബിൾ കാറിന്. ഇനി അതെടുത്ത് നമ്മൾ നേരെ കേബിൾ കാറിൽ കയറി നമ്മൾ താഴോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ജെൻഡിങ്ങിൽ നിന്ന് കേബിൾ കാറിൽ താഴോട്ട് പോവുകയാണ്. ഈ കാണുന്നത് ജെൻഡിങ്ങിലെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഔട്ട്ഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഇവിടെ വാട്ടർ സ്പോർട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ പല ഗെയിമുകളുണ്ട്. ഈ കാണുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ കൂടുതൽ മുറികളുള്ള ആ ഹോട്ടൽസ്. നമുക്കിപ്പോൾ അടുത്ത് കാണാൻ പറ്റി കേബിൾ കാറിൽ ഇരുന്ന്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് ശരിക്കും കളിച്ച് പോകാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഗെയിംസ് ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണിത്. എന്തായാലും ഒരു ദിവസം ഫുൾ നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ജെൻഡിങ്ങിലുള്ളത്. കുട്ടികൾ വന്നാൽ അവർ എൻജോയ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ ഇനിയിപ്പം നേരെ ഒരു അരമണിക്കൂറോളം കേബിൾ കാറിൽ ഇരുന്നിട്ട് നേരെ നമ്മൾ താഴെ എത്തും.
നമ്മളിവിടെ ഒരു താഴെ കേബിൾ കാറിൽ നിന്ന് വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു ഫുഡ് കോർട്ടിലെത്തി. നേരെ വന്ന് ഇറങ്ങുന്ന ഈ ഫുഡ് കോർട്ടിലോട്ടാണ്. പക്ഷെ എല്ലാം മലേഷ്യൻ ടൈപ്പ് ഫുഡുകളാണ് ഇവിടെ കിട്ടുന്നത്. അത് കാരണം എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റണമെന്നില്ല. ഇതാണ് ഐറ്റം. സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് വന്നിട്ട്, പക്ഷേ ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടില്ല. ഇവിടെ ഫ്രണ്ടിൽ ഇതെല്ലാം ബ്രാൻഡ് ഔട്ട്ലെറ്റ്സ് ആണ്. അവിടെ മുന്നോട്ട് നോക്കിയാൽ ടോമി ഹിൽഫിഗർ അങ്ങനെ ഉള്ള ഓരോരോ ബ്രാൻഡ്, ഇവിടെ ഗസ്, ലെവീസ്, അങ്ങനെ ഔട്ട്ലെറ്റ് ഒരു മോളുള്ള ഒരു ഏരിയയിലോട്ടാണ് ജെൻഡിങ് കഴിഞ്ഞ് നമ്മൾ വന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിപ്പം അതുവഴി കറങ്ങുക. അപ്പോൾ ഗസ്സിൽ വന്നു. പ്രൈസിങ് നോക്കാം. നമ്മുടെ അവിടെ കിട്ടുന്നതിനേക്കാളും ബെറ്റർ പ്രൈസാണെന്ന് മാത്രം വാങ്ങിയാൽ മതി. അല്ലാതെ ഇതെല്ലാം പൊക്കി പിടിച്ച് തിരിച്ചും പോകണ്ടേ. നമ്മളിപ്പം ഔട്ട്ലെറ്റ് മോളിൽ തന്നെ ഉള്ളത്. ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജെൻഡിങ്ങിൽ തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ബസ്. നമ്മൾ അവിടെ നിന്ന് ബസ്സേ വരാമെന്ന് ചോദിച്ചിട്ട് അവിടെ ബസ് സ്റ്റേഷൻ്റെ ആ കൗണ്ടറിൽ ചെന്നിട്ട് ബസ്സൊക്കെ വൈകിട്ട് പിന്നെ ഒത്തിരി ലേറ്റായിട്ടേ ഉള്ളതെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഗ്രാബ് എടുത്തു. അങ്ങനെ നമ്മളിപ്പം ഗ്രാബിൽ 100 സംതിങ് 10 റിങ്കറ്റ് കൊടുത്തിട്ട് നമ്മൾ നേരെ ഇപ്പം തിരിച്ച് നമ്മളുടെ ഹോട്ടൽ കോലാലംപൂരിലെ ഹോട്ടലിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് ഇന്നിനി വൈകിട്ട് നമ്മൾ ഹോട്ടലിൽ ഇപ്പോൾ ചെന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് സിറ്റിയിലെ ഇല്ലെന്നുണ്ടെങ്കിൽ വാക്കിംഗ് സ്ട്രീറ്റോ അങ്ങനെയൊക്കെയുള്ള പ്ലേസിലോട്ട് ഒന്ന് പോകാൻ പറ്റും. നമുക്കിനിയും കോലാലംപൂരിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.